മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായി ട്രാൻസ് വുമണിന്റെ പരാതി. 3 വർഷം മുമ്പാണ് ദുരനുഭവം നേരിട്ടതെന്നും തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് പ്രതിയാക്കിയ കാളികാവ് സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ട്രാൻസ് വുമൺ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഇവിടെ മണ്ണാർക്കാട് എന്നെ ഒരു ആൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒരു നടപടി പിന്നീട് എനിക്ക് കിട്ടിയില്ല, എനിക്കൊരു ഇതും കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടി, പക്ഷെ ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പത്രത്തിൽ പറഞ്ഞു എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ നീതി കിട്ടണ്ടേ. പോലീസാണെങ്കിൽ പിന്നീട് ഒരു നടപടി എടുത്തുകയും ചെയ്തില്ല. ട്രാൻസ് വുമണായി മാറിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള അവഗണനയിൽ തനിക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനെന്ന രീതിയിലാണ് റഹ്മത്തുള്ള തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് ആരോപണം. മണ്ണാർക്കാട്ടേക്ക് വിളിപ്പിച്ച് ഒരു ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് തന്റെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഇതിനിടെ അദ്ദേഹത്തിന് ഒരു കോൾ വന്ന സമയത്ത് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ട്രാൻസ് വുമൺ പറഞ്ഞു. എന്നാൽ തന്നെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് ഒരറിവുമില്ലാതിരുന്നതിനാൽ താൻ അന്ന് പരാതിപ്പെട്ടില്ല. ഇതിനിടെ അദ്ദേഹം NCP സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ആളെ മനസ്സിലാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ ആദ്യം മലപ്പുറം SP-ക്കും തുടർന്ന് മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകുകയായിരുന്നു. എന്നാൽ പരാതി നൽകി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പ്രതിക്കെതിരെ ഉടനെ നടപടി സ്വീകരിക്കണമെന്നും ട്രാൻസ് വുമൺ ആവശ്യപ്പെട്ടു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും റഹ്മത്തുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് രാഷ്ട്രീയമായി നിരവധി എതിരാളികളുണ്ട്. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും റഹ്മത്തുള്ള പറഞ്ഞു. ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കുക ആയതുകൊണ്ട് കോടതിയും പോലീസും നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരണം ഇല്ല. ഇപ്പോൾ ഞാൻ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ എൻ്റെ എതിർ കക്ഷികൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അജിത് പവാർ പക്ഷത്തിൻ്റെ NA മുഹമ്മദ് കുട്ടി നേതൃത്വം കൊടുക്കുന്ന NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല ഈ വരുന്ന 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയുടെ നയപരിപാടികൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ജാഥയുടെ നടത്തിപ്പുകാരനാണ് അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷമുണ്ട്. ഈ ശരത് പവാർ പക്ഷക്കാർ കുറേ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഇവരിൽ പെട്ട ചില ആളുകൾ തുടക്കത്തിൽ ഞാൻ ഈ മുമ്പ് AK ശശീന്ദ്രൻ PC ചാക്കോ പ്രസിഡൻ്റായിരുന്ന NCPയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആ സമയത്ത് നടന്ന NA മുഹമ്മദ് കുട്ടി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആ താഴെ തട്ട് മുതലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ ജനാധിപത്യ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് എന്ന വിമർശനവുമായി ഞങ്ങളെല്ലാവരും മുന്നോട്ട് വന്നതാണ്. ആ വിഷയത്തിലാണ് പ്രത്യേകിച്ച് ശരത് പവാറിൻ്റെ പക്ഷക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ എനിക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടത്തി വരുന്നത്. എൻ്റെ മകളെ ആക്രമിച്ച ഒരു കേസ് പോക്സോ കേസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ പ്രതിയും മറ്റും ചേർന്നുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് നിരന്തരം പരാതികൾ കൊടുക്കുകയും ആ പരാതികളൊന്നും ഏശാതെ വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുള്ളത്. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946999976.